എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇന്ന് മീൻകറിയിൽ വയ്ക്കുന്ന പുളികളെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുന്നത്. ഏതെല്ലാം പുളി ഇട്ടിട്ടാണ് നമ്മൾ മീൻകറി വയ്ക്കുന്നതെന്ന് ആദ്യം ഞാൻ കുടപ്പുളീനെ പരിചയപ്പെടുത്തി തരാം. ഇത് പച്ച കുടപ്പുളിയാണ്. അപ്പോൾ പച്ച കുടപ്പുളി എന്ന് പറഞ്ഞാൽ 10 വർഷം, ആദ്യം മരത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാം. 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു തൈ കുഴിച്ചിട്ടിട്ട് നമുക്ക് കുടപ്പുളി ഉണ്ടായത്. അങ്ങനെ ഉണ്ടായ പുളിയാണിത്. ഈ പുളി നമുക്ക് പച്ചയിലായാലും നമുക്ക് കറി വയ്ക്കാൻ പറ്റും. ഈ പുളി നമുക്ക് അല്ലി തിരിച്ച് കഷ്ണങ്ങളാക്കി നമ്മൾ കറിയിലിട്ട കുഴപ്പമൊന്നുമില്ല, കറിയാക്കിയിട്ട് വയ്ക്കാം. പിന്നെ അടുത്തത് പഴുത്ത പുളിയെ കുറിച്ചാണ് അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അടുത്ത പുളി എന്ന് പറയുന്നത് നമ്മൾ പുളി ഇങ്ങനെ പൊളിക്കുക. പുളി പൊളിച്ചതിന് ശേഷം നമ്മൾ വെയിലത്തിട്ടിട്ട് നമുക്ക് ഉണക്കാൻ പറ്റും. ഈ പുളി വെയിലത്തിട്ട് നന്നായി ഉണക്കാൻ നല്ല വെയിലുള്ള സമയമായിരിക്കണം. ഇത് ഇപ്പോഴത്തെ സാഹചര്യം ഈ പുളി ഉണ്ടാകുന്നത് മഴക്കാലത്താണ് ഉണ്ടാവും. അപ്പോൾ ഇത് ഉണക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമുക്ക് അടുപ്പിൻ്റെ അവിടെയും പല പുകയൊക്കെ ഇട്ടിട്ടാണ് ഈ കുടപ്പുളി ഉണക്കിയെടുക്കുന്നത്. അതുമാതിരി കുരു നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ തയ്യായിരിക്കും. അതുമാതിരി ഇത് കഴിക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. ഈ സാധനം നമുക്ക് കഴിക്കാനും സാധിക്കുന്നതാണ്. കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ ചെറിയ അല്ലി, ചില ആൾക്കാർ പറയുന്നത് കത്തി കൊണ്ട് കുടപ്പുളി മുറിച്ചെടുക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ ഞാൻ കത്തി കൊണ്ടൊക്കെ പുളി പൊളിച്ചെടുത്തിട്ടുണ്ട്. അതിന് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ശരിയോ തെറ്റോ എനിക്കറിയില്ല. ഞാൻ കത്തി കൊണ്ടൊക്കെ പൊളിക്കാറുണ്ട്. ഇതിപ്പോൾ കൈ കൊണ്ട് ആയാലും നമുക്കിങ്ങനെ അടർത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. കൈ കൊണ്ട് അടർത്താൻ പറ്റും. അതുമാതിരി ഇപ്പോൾ നമുക്ക് ഇരുമ്പ് തൊട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് അത്ര അറിയില്ല. ഞാനൊക്കെ പൊളിക്കുമ്പോൾ അതുപോലെ കത്തിയൊക്കെ എടുത്തിട്ട് കൈ കൊണ്ട് പൊളിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം കത്തി കൊണ്ടാണ് ചെയ്യാറ്. അപ്പം അങ്ങനെ. പിന്നെ നമുക്ക് ഈ ഉണക്കിയ പുളിയാണിത്. ഇത് അടുപ്പിൻ്റെ അവിടെ ഇട്ടിട്ട് ഉണക്കിയിട്ടുള്ളത് പുളിയാണിത്. ഇത് നമുക്ക് 1 വർഷം 2 വർഷമൊക്കെ കേടുകൂടാതെ ഇരിക്കും ഈ പുളി. ഇത് കോർത്തിട്ടിട്ടൊക്കെയാണ് ഉണക്കണം. അതുമാതിരി തട്ടിട്ടിട്ട് ഉണക്കുന്നുണ്ട്. പല തരത്തിലും അടുപ്പിൻ്റെ അവിടെ ഇട്ടിട്ടാണ് ഇത് നമ്മൾ ഉണക്കണം. ഈ പുളിക്ക് പിന്നെ പല ഔഷധങ്ങളുണ്ട്. അപ്പോൾ ഇത് തടി കുറയാൻ ചില വ്യക്തികൾ കുടപ്പുളിയും ഇഞ്ചിയും കൂടി ചതച്ച് വെള്ളത്തിൽ ഇട്ട് ചതച്ച് കഴിക്കുന്നുണ്ട്. തടി നേരം വെളിച്ചമ്മ കഴിച്ച് തടി കുറയുമെന്ന് പറയുന്നത് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, പറയുന്നത് കേട്ടിട്ടുള്ളൂ. വ്യക്തമായിട്ട് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ട് അങ്ങനെ കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുമാതിരി പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ഈ ലേഖ ഉണ്ടാക്കാൻ നല്ലൊരു ഔഷധമാണെന്ന് പറയുന്നത്. അതുമാതിരി നമ്മൾ മീൻകറിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള പുളികളെ സംബന്ധിച്ച് ഈ പുളി നല്ല വയറിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് അച്ചാറുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഈ പുളി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമുക്ക് അച്ചാറുണ്ടാക്കാനും സാധിക്കും. അങ്ങനെയാണ് ഈ കുടപ്പുളിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കുടപ്പുളിയെക്കുറിച്ച് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കോൽപ്പുളീനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കോൽപ്പുളി എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു കാലത്താണ് ഈ കോൽപ്പുളി ഉണ്ടാവും. കോൽപ്പുളി വേനൽക്കാലത്താവുന്നത് കാരണം നമുക്കൊരു വിഷമം ഈ പുളീനെ ഉണക്കാനോ ഒന്നിനും ബുദ്ധിമുട്ടില്ല. അത് നിലത്ത് പൊട്ടിക്കാനും പോകേണ്ട ആവശ്യമില്ല. അത് നിലത്ത് വീഴുമ്പോൾ നമ്മൾ പറക്കി ആ സാധനം ഉണക്കി കഴിഞ്ഞാൽ നല്ലോണം ഉണക്കിയതിന് ശേഷം നമ്മൾ കുത്തുക. അത് എന്തെങ്കിലും ഈർക്കിലോ വല്ല കമ്പിയൊക്കെ എടുത്ത് കുത്തി കഴിഞ്ഞാൽ ഇതൊന്ന് കുരു കിട്ടും. ആ കുരു നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ പറ്റും. ആ കുരു വറുത്ത് തിന്നാം. അതുമാതിരി നമ്മൾ പണ്ട് കാലത്ത് ആ കുരു വെള്ളത്തിലിട്ടിട്ട് ഒരുപാട് കഴിക്കും. ഈ പല്ലിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുള്ളവരൊക്കെ വറുത്ത് കഴിക്കുക. അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഒരുപാട് ഞാൻ കഴിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ എനിക്ക് പല്ലിനൊക്കെ ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾക്ക് കഴിക്കത്തിരി ബുദ്ധിമുട്ട്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അമ്മമാർ വറുത്ത് കൊടുക്കുന്നുമില്ല, പിള്ളേർ കഴിക്കുന്നുമില്ല. പിള്ളേർ പല്ലിനൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക്. അപ്പം അങ്ങനെയുണ്ട്. നല്ല ഒരു ഔഷധം കൂടിയിട്ടുള്ളതാണ് പുളിഞ്ഞാക്കുരു. ഈ പുളി നമ്മുടെ വയറിനെ അത്ര ഗുണം ചെയ്യണില്ല എന്ന് പറയുന്നുണ്ട്. സാമ്പാറിലേക്കും അതുമാതിരി നമ്മൾ ഇഞ്ചമ്പുളി ഉണ്ടാക്കാൻ ഏറ്റവും രുചിയുള്ള സാധനമാണ് കോൽപ്പുളി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ കോൽപ്പുളിയാണ്. നമ്മൾ ഇഞ്ചിയൊക്കെ ചേർത്ത് മിളകൊക്കെ ചേർത്ത് കടുക് പൊട്ടിച്ച് നമ്മുടെ ഈ പച്ചക്കറി സദ്യയിൽ ഒന്നാമനായിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഇഞ്ചമ്പുളി ഇല്ലാത്ത സദ്യ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഓണത്തിന് നമുക്ക് ഇഞ്ചമ്പുളി നേരത്തെ കൂട്ടിയിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കും. അതാണ് അപ്പോൾ കോൽപ്പുളിയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മാങ്ങയെക്കുറിച്ചാണ്. ഇതൊരു പച്ച മാങ്ങയാണ്. ഇത് മൂവാണ്ടൻ മാങ്ങയാണ് ഈ മാങ്ങ.
ഈ മാങ്ങയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വീഴും. പഴുത്ത് വീണ് കഴിഞ്ഞാൽ ഈ മാങ്ങ മാങ്ങ കുറേ മാങ്ങയുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഈ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ അത് പിഴിഞ്ഞരിച്ച് നമ്മൾ ഒരു കിണ്ണത്തിൽ ആക്കി വെയിലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് അപ്പം പോലെയാകും. അത് അപ്പം പോലെ ആയി കഴിഞ്ഞാൽ അങ്ങനെ പീസാക്കി മുറിച്ച് നമുക്ക് ആവശ്യാനുസരണം തിന്നാം. അപ്പോൾ നമ്മൾ ഒരുപാട് മാങ്ങകൾ ആൾക്കാർ വേസ്റ്റാക്കി കളയുന്നുണ്ട്. അപ്പോൾ അത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. പുഴുവില്ലാത്ത മാങ്ങ പുഴുഭാഗത്തൊക്കെ ചെത്തി കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ നമുക്ക് സാധിക്കും. നല്ല പീസാക്കി മിഠായി പോലെ ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സാധനമാണത്. അതുമാതിരി തന്നെ നമുക്ക് ഈ പച്ചമാങ്ങ നമുക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻകറി വയ്ക്കാൻ നല്ല രുചി. ഏറ്റവും കൂടുതൽ നമുക്ക് മീൻകറിയിൽ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ല നാവിന് രുചിയുള്ള ഒരു സാധനമാണ് മാങ്ങ ഇട്ടിട്ട് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ. ഒരുപാട് ഭക്ഷണം കഴിക്കും, ചോറ് കഴിക്കും നമ്മൾ. അതുമാതിരി നമുക്ക് ഇതിന് ഉണക്ക പണ്ട് കാലത്ത് ഇന്ന് അത്ര അറിയാത്തത് കൊണ്ട് നമ്മൾ ചെയ്തിരുന്നത് ഞാൻ ചെയ്തിരുന്നതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് തിരുമ്പി കുറച്ച് വെച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം ഉണക്കിയത്. അപ്പോൾ പിന്നീട് എനിക്ക് തോന്നി അത് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മളിത് ചെത്തിയിട്ട് വെറുതെ മീൻകറിയിലേക്ക് ചെത്തണ പോലെ ചെത്തിയിട്ടിട്ട് നമ്മൾ വെറുതെ പരത്തിയിട്ടിട്ട് ഉണക്കുമ്പോൾ ഒരു കേടും ഈ മാങ്ങയ്ക്ക് ഇല്ല. അപ്പോൾ ഒരു വർഷം വരെ ഈ മാങ്ങ ഉണക്കിയിട്ട് കൂട്ടാൻ വയ്ക്കാറുണ്ട്, ഒരു കേടും കൂടാതെ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അതുമാതിരി അതിന്ന് നമുക്ക് എടുത്തിട്ട് അച്ചാറുണ്ടാക്കാം. ഈ ഉണക്കിയ മാങ്ങ എടുത്തിട്ട് അച്ചാറുണ്ടാക്കാം, പച്ചമാങ്ങ അച്ചാറുണ്ടാക്കാം. അപ്പോൾ പഴുത്ത മാങ്ങയ്ക്ക് ഇങ്ങനെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അലുവി ഉണ്ടാക്കാം. ഈ മാങ്ങ കൊണ്ട് നമുക്ക് അലുവി ഉണ്ടാക്കാൻ വേണമെങ്കിൽ മാങ്ങയുടെ ചാറ് എടുത്തിട്ട് അലുവി ഉണ്ടാക്കാം. ഈ പഴവർഗ്ഗങ്ങൾ ഉണ്ടാക്കി പല സൈസ് അലുവി ഉണ്ടാക്കുന്ന ചേച്ചിമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്. അലുവ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല, കഴിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പല ഓമക്കായ അങ്ങനെയൊക്കെ ഇട്ട് അലുവി ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ഉള്ളത് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പാമ്പുളി. ഈ ഇരുമ്പാമ്പുളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇരുമ്പ്. ഇതൊക്കെ കാലത്തിനനുസരിച്ച് ഉണ്ടാകുന്ന ഒരു പുളികളാണ്. ഈ മാങ്ങ ആയാലും കൊടപ്പുളി ആയാലും കോലുപുളി ആയാലും. ഇരുമ്പാമ്പുളി എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടായി കിട്ടും. ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ട്രിപ്പ്. അപ്പോൾ അത് മഴ പെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ആ പൂവൊക്കെ വിരിഞ്ഞ് വരും. മഴ പെയ്താലോ ആ പൂവൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഈ ഇരുമ്പാമ്പുളി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീടിൻ്റെ എറാരിക്കലിഞ്ഞവും ചിലപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എറാരിക്കലിഞ്ഞ് നിൽക്കണം ഇരുമ്പാമ്പുളി. അവിടെ പൊട്ടിക്കുക അടുപ്പത്തിടുക എന്ന് പറഞ്ഞ പോലെയാണ് നിൽക്കുന്നത് പിന്നാമ്പുറത്ത്. അപ്പോൾ ഇത് ഉണക്കാം. നമുക്ക് ഇതേപോലെ തന്നെ ഉണക്കി നമുക്ക് വർഷങ്ങളോളം അത് എടുത്ത് വയ്ക്കാം. അതും അച്ചാറിന് ഇടാൻ നല്ല സാധനം. പച്ചപ്പുളി ആയിട്ടും ചില ആൾക്കാർക്ക് ഈ ഇരുമ്പാമ്പുളി അച്ചാർ എന്ന് പറയുന്നത് ഭയങ്കര. ഞാൻ ഒരു സദ്യക്ക് പോയപ്പോൾ അവിടെ ഇരുമ്പാമ്പുളി അച്ചാറാണ് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റിലാണ് അവർ ആ ഇരുമ്പാമ്പുളി അച്ചാർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതും നമുക്ക് അച്ചാറുണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു 4 തരം പുളിയാണ് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യും.